കൊല്ലത്തെക്കുറിച്ച് പരിചയപ്പെടാം. വേണാട് രാജവംശത്തിന്റെ ആസ്ഥാനം. അഷ്ടമുടി കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം. കൺസ്യൂമർ ഫെഡിന്റെ സഞ്ചരിക്കുന്ന ത്രിവേണി ആദ്യം നിലവിൽ വന്ന ജില്ല. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളുള്ള ജില്ല. പീരങ്കി മൈതാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആശ്രാമം പിക്നിക് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ആദ്യ തുണിമില്ലും പുസ്തക പ്രസാധകശാലയും സ്ഥാപിക്കപ്പെട്ട ജില്ല. വയോമിത്രം പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇനി എന്റെ ചരിത്രം. പ്രാചീന രേഖകളിൽ മാലെ, ചൂലോ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ശുഗ സന്ദേശം, ഉണ്ണിനീലി സന്ദേശം, മയൂര സന്ദേശം എന്നീ പ്രാചീന കൃതികളിൽ പരാമർശിക്കുന്ന പട്ടണം. ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. കൊല്ലം നഗരത്തിന്റെ സ്ഥാപകൻ മാർ സാപ്പീർ ഈസോ. കൊല്ലവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. കൊല്ലം തങ്കശ്ശേരിയിൽ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ച വർഷം 1502. തിരുവിതാംകൂർ കൊല്ലത്തെ പിടിച്ചടക്കിയത് 1795. മലബാറിൽ പന്തലായനി എന്നും തിരുവിതാംകൂറിൽ പുരക്കേനി എന്നും അറിയപ്പെടുന്ന പ്രദേശം. നീണ്ടകര ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ. പ്രാചീന കാലത്ത് നെൽക്കിണ്ട എന്നറിയപ്പെട്ടു. ആദ്യ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. സേതു ലക്ഷ്മിഭായി പാലം സ്ഥിതി ചെയ്യുന്നു. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ നീണ്ടകര, ശക്തികുളങ്ങര. ചവറ കേന്ദ്ര അണുശക്തി കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള ഇന്ത്യൻ റെയർ എർത്ത് പ്രവർത്തിക്കുന്ന സ്ഥലം. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി. ടൈറ്റാനിയം സ്പോഞ്ച് അയൺ ഫാക്ടറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് ഇൽമനൈറ്റ് നിക്ഷേപം ചവറ, നീണ്ടകര. കുണ്ടറ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൈന കളിമണ്ണ് നിക്ഷേപം. കേരളത്തിലെ ആദ്യ കളിമൺ നിർമ്മാണ ഫാക്ടറി. കേരള സിറാമിക്സിന്റെ ആസ്ഥാനം. അടുത്തത് കരുനാഗപ്പള്ളി. പഴയ പേര് മാർത്ത. വിദേശികൾ കർണാപൊളി എന്ന് വിളിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി ഫാഫ അറ്റോമിക് റിസർച്ച് സെന്റർ കണ്ടെത്തിയ സ്ഥലം. പാരിപ്പള്ളി ഇന്ത്യയിലെ ആദ്യ ESI മെഡിക്കൽ കോളേജ്. നെടുമ്പന തുടർച്ചയായി 3 തവണ സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത്. പന്മന കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലവും സ്മാരകവും. മേലില 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമം. തങ്കശ്ശേരി ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലം. പോർച്ചുഗീസ് നിർമ്മിച്ച തോമസ് കോട്ട തങ്കശ്ശേരി കോട്ട എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഉയരം കൂടിയ വിളക്കുമാടങ്ങളിൽ ഒന്നാണ് തങ്കശ്ശേരി വിളക്കുമാടം. ആലപ്പാട് 2004 ഡിസംബർ 26 സുനാമി ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചു. വേലുക്കുട്ടിയരയൻ വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാല സ്ഥാപിച്ചു. പരവൂർ 2016 ഏപ്രിൽ 10 പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമായ കേശവീയം എഴുതിയ KC കേശവൻ പിള്ളയുടെ ജന്മസ്ഥലം. CV കുഞ്ഞിരാമൻ സമുദായ പരിഷ്കാര സഭ എന്ന സംഘടന ആരംഭിച്ചു. കുന്നത്തൂർ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക്. പെരുമൺ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽ ദുരന്തം നടന്ന സ്ഥലം. 1988 ജൂലൈ 8. ഐലൻഡ്സ് എക്സ്പ്രസ് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞ് 105 പേർ മരണമടഞ്ഞു. അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. പനയോലയുടെ ആകൃതി. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. എല്ലാ വർഷവും നവംബർ 1 പ്രസിഡൻഷ്യൽ ട്രോഫി ജലോത്സവം അരങ്ങേറുന്നു. ശാസ്താംകോട്ട കായൽ
ഏറ്റവും വലിയ ശുദ്ധജല തടാകം. റംസാർ കൺവെൻഷൻ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയ ആദ്യ ശുദ്ധജല തടാകം. കന്നേറ്റി കായൽ. ശ്രീനാരായണ ട്രോഫി ജലോത്സവം നടക്കുന്നു. അഴീക്കൽ. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം. ഓച്ചിറ. ചുറ്റമ്പലമില്ലാത്ത ഏക പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറക്കളി, 12 വിളക്ക് എന്നിവ പ്രധാന ഉത്സവങ്ങൾ. കൊട്ടാരക്കര. 1734 കൊട്ടാരക്കര പിടിച്ചെടുത്ത് തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം. രാമനാട്ടം ജന്മനെടുത്ത സ്ഥലം. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി. പട്ടാഴി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുള കണ്ടെത്തിയ സ്ഥലം. 37 മീറ്റർ നീളമുള്ള മുളയാണ് കണ്ടെത്തിയത്. പുനലൂർ. കല്ലടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആൽബർട്ട് ഹെൻറി. കേരളത്തിലെ ആദ്യ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനം. കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കുളത്തൂപ്പുഴ, ചെന്തുരുണി നദി, കൽത്തുരുത്തി നദി എന്നിവ ചേർന്നാണ് കല്ലടയാറ് രൂപപ്പെടുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കൃഷിക്ക് ആവശ്യമായ ജലം എത്തിക്കുന്ന നദി. ആര്യങ്കാവ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരം. ഏറ്റവും ചെറിയ ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നുപോകുന്ന ചുരം. ചെന്തുരുണി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സങ്കേതം. ചിതറ. ലക്ഷം വീട് ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് MN ഗോവിന്ദൻ നായർ. തെന്മല. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. തെന്മല ഡാം കല്ലാറിൽ. ഇനി എന്റെ നാട്ടിലെ ചില പ്രമുഖരെ നോക്കാം. വി സാംബശിവൻ. ആധുനിക ചാക്യാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കഥാപ്രസംഗ കലാകാരൻ. ലളിതാംബിക അന്തർജനം ആദ്യത്തെ വയലാർ അവാർഡ് നേടി. ബേബി ജോൺ കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നു. അരനൂറ്റാണ്ടുകാലം കേരള നിയമസഭാ അംഗമായിരുന്നു. ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. CM സ്റ്റീഫൻ. ലോക്സഭയിൽ ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി. റസൂൽ പൂക്കുട്ടി. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി. രാജീവ് അഞ്ചൽ. ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചിത്രമായ ഗുരുവിന്റെ സംവിധായകൻ. R ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി. TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ONV കുറുപ്പ്. ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ മലയാള കവി. C കേശവൻ. 1936 നിലവിൽ വന്ന തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ. തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയായ ആദ്യ പിന്നോക്കക്കാരൻ. C കേശവനെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചത് മാമൻ മാപ്പിള. R ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗം. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ. കേരളത്തിലെ ആദ്യ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജായ TKM സ്ഥാപകൻ. കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. CO കരുണാകരൻ. തിരുവനന്തപുരം പബ്ലിക് ലബോറട്ടറിയുടെ സ്ഥാപകൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ മേയർ. CV കുഞ്ഞിരാമൻ. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചു. പ്രമുഖ പത്രപ്രവർത്തകൻ. ഇനി എനിക്ക് ലഭിച്ച ചില അംഗീകാരങ്ങൾ നോക്കാം. 2014 കേരളത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി. ആരോഗ്യ കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത്. 2014 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രാജീവ് ഗാന്ധി ശാക്തീകരൺ അഭിയാൻ അവാർഡ്. പഞ്ചായത്തി രാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി 2015 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. 2015 മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി കൊട്ടാരക്കരയും വേങ്ങരയും തിരഞ്ഞെടുക്കപ്പെട്ടു. പോർച്ചുഗീസുകാർ 1614 സ്ഥാപിച്ച പള്ളി. ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ജിഫ്രിയുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 300 വർഷം പഴക്കമുള്ള പള്ളി. ജുമാഅത്ത് പള്ളി. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനട. പ്രാചീന കലാരൂപമായ രാമനാട്ടത്തിന്റെ ഈ ചിഹ്നം കൊട്ടാരക്കര ക്ഷേത്രം.
ആണുങ്ങൾ പെൺവേഷത്തിൽ താലപ്പൊലി എടുക്കുന്ന ക്ഷേത്രം കൊറ്റംകുളങ്ങര ക്ഷേത്രം. അയ്യപ്പൻ ബാലഭാവം സ്ഥിതി കൊള്ളുന്ന ക്ഷേത്രം കുളത്തൂപ്പുഴ. അയ്യപ്പന്റെ കൗമാരഭാവം സ്ഥിതി കൊള്ളുന്ന ക്ഷേത്രം ആര്യങ്കാവ്. അയ്യപ്പന്റെ ഗൃഹസ്ഥഭാവം സ്ഥിതി കൊള്ളുന്ന ക്ഷേത്രം അച്ഛൻ കോവിലാർ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരം. കൊല്ലം പൂരം നടക്കുന്ന ക്ഷേത്രം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവാതിര പ്രധാന ഉത്സവമായി കൊണ്ടാടുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം കടയ്ക്കൽ ദേവീക്ഷേത്രം. ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജഡായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചൽ. 1964 ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി രൂപീകരിച്ച റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം പുനലൂർ. കേരളത്തിലെ ആദ്യ ഗ്രാമഹരിത സംഘം സ്ഥാപിച്ചത് മരുതിമല. കൊല്ലവുമായി രാഷ്ട്രീയ ബന്ധം പുലർത്തിയിരുന്ന ചൈനീസ് ചക്രവർത്തി കുബ്ലൈ ഖാൻ. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത്